അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ മഹനീയമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിനരാത്രങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് ഒരു ആട്ടിടയനായ ബാലനെ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ആ ബാലനോട് ആ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാടിനെ തനിക്ക് നൽകുമോ എന്ന് ചോദിക്കുകയാണ്. ആ ബാലൻ പറഞ്ഞു, എനിക്ക് ഇത് നൽകാനുള്ള അധികാരമില്ല എന്ന് പറയുകയാണ്. ഇത് എൻ്റെ ആട്ടിൻകൂട്ടമല്ല എന്ന് മറുപടി പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് തിരിച്ചു പറയുന്നുണ്ട്, നിന്റെ യജമാനനോട് ഇതിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്നിനെ ചെന്നായ പിടിച്ചുവെന്നോ പറഞ്ഞാൽ മതിയല്ലോ, നീ ഇതിൽ നിന്നൊന്നിനെ എനിക്ക് തന്നാലും എന്ന് പറയുകയാണ്. ഈ സന്ദർഭത്തിൽ കുട്ടി തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ഒരു പക്ഷേ എൻ്റെ യജമാനൻ എന്നെ വിശ്വസിച്ചേക്കാം, പക്ഷേ എന്നാൽ എന്നെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ആ കുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, യഅലമു സിർറക്കും വജഹറക്കും, നമ്മൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള മറുപടിയാണ് ഈ കുട്ടി തിരിച്ചു പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ആ സന്നിധിയിലേക്ക് വെള്ള വസ്ത്രമണിഞ്ഞ ഒരാൾ വരികയാണ്. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മൽ ഈമാൻ എന്നും മൽ ഇസ്ലാം എന്നും ചോദിക്കുന്നുണ്ട്. ഈമാനും ഇസ്ലാമും എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മൽ ഇസ്ലാഹ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ മറുപടി പറഞ്ഞു, അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണത്, അള്ളാഹുവിനെ ആരാധിക്കലാണത്. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും സദാസമയവും അവൻ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇഹ്സാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ഇഹ്സാൻ എന്ന് പറയുന്ന അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ പരിപൂർണമാക്കുക അല്ലെങ്കിൽ മനോഹരമാക്കുക എന്നൊക്കെയാണ്. നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല കർമ്മങ്ങളായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ഏറ്റവും മനോഹരമായ രൂപത്തിൽ അതിനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.